ഹേ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ സെഫ്രിൻ. നാളെയാണ് നമ്മൾ മാത്സ് എക്സാം. അപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എല്ലാം മറന്ന പോലൊരു തോന്നൽ. അപ്പോൾ എനിക്ക് വരക്കണയിൽ ചെറുതായിട്ട് മാർക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വരക്കണ മാർക്ക് കളയരുതെന്ന് വിചാരിച്ചിട്ട് സൈലത്തിൻ്റെ വരക്കാൻ മാത്രമുള്ളൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ തന്നെ വരക്കലും പഠിക്കലും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ഞാൻ. ആൻഡ് ഗൈസ്, ഇന്നലെ ഒരു ഫണ്ണി തിങ് ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ ക്ലാസ് 2 മണി വരെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് ക്ലാസ് കണ്ടിട്ട് എഴുതിയിരുന്നത്, എന്താ പറയുക, പഠിച്ചിരുന്നത്. ഞാൻ ടി വി ഒക്കെ ഓഫാക്കി എല്ലാവരും കിടന്ന്, ഉമ്മച്ചൊക്കെ എല്ലാവരും കിടന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് പഠിക്കണത് കേട്ടോ. അപ്പോൾ പഠിച്ചിട്ട് ഒരു 12:55 ആയപ്പോഴേക്ക് നല്ല തലവേദന ഒക്കെ ആയി. അപ്പോഴും ഞാൻ നിർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുക. പിന്നെ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ച്. അതും എത്ര മണിക്ക്? 7:30. നിങ്ങൾ ആലോചിക്കണം, 7:30. ഇന്ന് രാവിലെ 7:30 വിളിക്കുമ്പോഴാണ് ഞാൻ എണീക്കണത്. അതും ആ ഡൈനിങ് ടേബിളുമ്പോൾ കിടന്ന് ഞാൻ ഉറങ്ങി. ഞാൻ ഫുള്ള് ക്ലാസ് കാണണം വിചാരിച്ചിട്ട് ഇരുന്നേരം നാളാട്ടോ. അതങ്ങനെ അറിയാണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. അത്രയ്ക്ക് ടയേർഡായിരുന്നു. ബട്ട് അയ്യോ നല്ല ഉറക്കം ഉറങ്ങി. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ്, കാരണം ഞാൻ അത്രയും ഇന്നലെ ഫുള്ള് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നത്. പക്ഷെ 12:55 ആകുമ്പോഴത്തേനും എൻ്റെ കൺട്രോൾ പോയി, ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എക്സാം ഹാളിൽ പോയിട്ട് ഉറങ്ങൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. 1 മണിക്കൂറിൽ എക്സാം കഴിഞ്ഞ് ബാക്കി 1 മണിക്കൂർ ഫുള്ളിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം ഉറങ്ങിയിരിക്കണം. അപ്പോൾ ഞാനെന്ന് വിചാരിച്ച് ഇന്ന് ഉറക്കമില്ലാണ്ടിരുന്ന് പഠിക്കും. കാരണം ഞാൻ 12 മണി വരെയുള്ള ക്ലാസ്സിലേ കണ്ടിട്ടുള്ളൂ. അതിനുള്ള ബാക്കി ക്ലാസ്സും കാണാനുണ്ട്, മെഗാ മാരത്തോൺ കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഉറക്കം നല്ല തീരുമാനമായിട്ടുണ്ട്. ഇനി ഉറങ്ങൽ ഉണ്ടാവുക വെച്ചാൽ ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങി അതും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. വേറൊരു ഫണ്ണി തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ 7:30 എണീച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോണ്ട് മോർണിംഗ് ബൂസ്റ്റർ പോലെ എന്നും മോർണിംഗിൽ ക്ലാസ് എടുക്കണം. അതും ഫിസിക്സ്. ഞാനൊരു പേടി മേടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അയ്യോ ഫിസിക്സ് ആയിരുന്നു എക്സാം, ഞാൻ ആർട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് പഠിക്കാണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷനായി ഇല്ലാണ്ടായി ഞാൻ. അതും ഞാൻ ക്ലാസ്സിലും കയറിയിട്ടില്ല, മോർണിംഗ് ബൂസ്റ്ററിലും കയറിയിട്ടില്ല, സമയമല്ല. അയ്യോ ഞാൻ ഓവർ തിങ്ക് ചെയ്ത് ആണ്ടും മറിച്ചിട്ടിരിക്കണേ, ഓവർ തിങ്ക് ചെയ്തിട്ട്. പിന്നെ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ വീണ്ടും ടൈം ടേബിൾ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ഇന്ന് ആർട്ട് എക്സാം തന്നെയാണ്, ഞാൻ പഠിച്ചത് തന്നെയാണ്. പഠിച്ചിട്ടില്ല, ഞാൻ ഇതാക്കിയത് തന്നെയാണ്, വിചാരിച്ചത് തന്നെയാണെന്ന്. അപ്പോഴൊരു സമാധാനം. പക്ഷെ എന്താ പറയുക, ഒരു 10 മിനിറ്റിലുണ്ടായിക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അത്രയ്ക്ക് വലിയ ടെൻഷനായിരുന്നത്. ആൻഡ് പിന്നെ നോക്കുമ്പോഴാണ് കാണുന്നത് അത് മോർണിംഗ് ബൂസ്റ്റർ അല്ല, മറ്റേ എന്താ പറയുക, നോർമൽ ക്ലാസ് പോലല്ല, ഭയങ്കര എന്താ പറയുക 25 പ്രെഡിക്ഷൻ ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ സമാധാനമായി. അതെന്ന് പറഞ്ഞാൽ ഞാൻ എണീച്ച വശം തന്നെ ഞാൻ കാണുന്നതും ലൈവ് എടുക്കണതാണ്. ഞാൻ അതിൻ്റെ തമ്മിലൊന്നും കണ്ടിട്ടില്ല, ലൈവ് എടുക്കണം കാണുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ടെൻഷൻ അടിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ ഞാനതൊക്കെ വെറുതെ ഷെയർ ചെയ്തതാട്ടോ. ഞാനിപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വിചാരിച്ചത്. പിന്നെ എന്താ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ മാത്സൊക്കെ പഠിച്ചോ? മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പഠിച്ചിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. എത്ര പേര് പഠിച്ചെന്ന് നോക്കാം, എത്ര പേര് പഠിച്ചില്ല നോക്കാം. അപ്പോൾ അതന്നെ.
ചതിച്ചു ഗായ്സ്. ലൈവ് കാണുന്നതിൻ്റെ ഇടയിൽ കറണ്ട് ചതിച്ച്. വാവ്, സൂപ്പർ. ഇനി കറണ്ട് എപ്പോൾ വരും അപ്പോൾ നമുക്ക് ലൈവ് കാണാം, അല്ലാണ്ട് വേറെ വഴിയില്ല. കറണ്ട് വന്നപ്പോൾ നെറ്റും പോയി. ശുഭം. ആഫ്റ്റർ 20 മിനിറ്റ്സ് ഒക്കെ ശരിയായി. വീഡിയോ നല്ല അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. നിങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ പേര് പകുതിച്ച് നിർത്തും, അതൊക്കെ നന്നായിട്ട് അറിയാം. എന്നാലും ആൻഡ് ഗൈസ്, അഡിക്റ്റഡ് ടു ദിസ് ബ്രൗണി. എന്താ പറയുക, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ബ്രൗണി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അടിപൊളിയാട്ടോ. ഇതിന് അഡിക്റ്റഡ് ആയിപ്പോയി ഞാൻ. അത്യാവശ്യം എഴുതി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പാസ്സാവുമായിരിക്കും, പാസ്സാവാണ്ടിരിക്കില്ല എന്നുള്ളൊരു മനസ്സിൽ പറയുന്നു. പാസ്സാവുമായിരിക്കണം. കഷ്ടപ്പെട്ടതിന് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും വെച്ച് ഞാനിതാ ഈ വീഡിയോയുടെ നിർത്തുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.